ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിൻ സാധനം ത്രെഡാണ്. ഈ വൈറ്റ് ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താലും മതി. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. മിനിമം ഒരു 30 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചുറ്റി കൊടുക്കണം. അതിൽ കുറയരുത്. ചുറ്റിച്ചെടുക്കാൻ ഈ ഫോർക്ക് തന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും എടുത്താലും മതി. അപ്പോൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു സൂചിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരറ്റത്തായിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. 2 കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് ഇപ്പുറത്തും അതേപോലെ സെയിം കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല വലിച്ചിട്ട് നല്ല ടൈറ്റായി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ത്രെഡ് കഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാക്കി വരുന്ന ഈ ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ കെട്ടിൽ കട്ട് വീഴരുത്. എന്നിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. ഇതുപോലത്തെ 5 പീസ് നമുക്ക് വേണം. പിന്നെ ഇതുപോലെ ഒരു ത്രെഡ് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ കോർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കാം. ബാക്കി വരുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു തുണിയാണ്. എന്നിട്ട് വേസ്റ്റായിട്ടുള്ള ഈ ത്രെഡ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. ത്രെഡിന് പകരം ആ ക്ലോത്ത് എടുത്താലും മതി. ഞാൻ ഇവിടെ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റി കൊടുക്കാം. പിന്നെ ഒരു സൂചി നൂലും എടുത്തിട്ട് നമുക്കതൊന്ന് കെട്ടിട്ട് കൊടുക്കാം. കെട്ട് നല്ല ടൈറ്റിലിട്ട് കൊടുക്കണം. ഒരുപാട് വലിക്കണ്ട, അപ്പോൾ ത്രെഡ് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കെട്ടിയെടുക്കാം. എന്നിട്ട് ആ ക്ലോത്തിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക. ആ ത്രെഡിൽ കട്ട് ഒരിക്കലും കുടുങ്ങരുത്, അത് നമുക്ക് ആവശ്യമുണ്ട്. മറ്റേ ഫ്ലവറിലേക്ക് തുന്നി പിടിപ്പിച്ചെടുക്കാനുള്ളതാണ്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബാക്കിലായിട്ട് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇങ്ങനൊരു ഹെയർ ക്ലിപ്പാണ്. ഞാൻ ഈ ഒട്ടിച്ചെടുക്കാൻ ഈ ഒരു പശയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ആ ഫ്ലവർ എടുത്തിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റിയൊരു ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.